ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇപ്പോഴത്തേതും ഭാവിയുമായ പേരാണ് സഞ്ജു സാംസൺ. 2015 ജൂലൈ 19 സിംബാബ്വേക്കെതിരെയാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. അതിനു മുൻപ് തന്നെ 2014 ഇംഗ്ലണ്ടിനെതിരായ 5 ഏകദിന മത്സരങ്ങളും ഒരു T20 പരമ്പരയ്ക്കുമുള്ള ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ വിധി കുറച്ചുകൂടി കാത്തിരിക്കാൻ നിർബന്ധിതനാക്കി. സുഹൃത്തുക്കളെ, സഞ്ജു സാംസന്റെ കരിയറും പ്രകടനങ്ങളും പറയുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ യാത്രയെക്കുറിച്ചറിയാം. ഓരോ ഇന്ത്യൻ യുവാവും സ്വപ്നം കാണുന്ന ലക്ഷ്യത്തിലേക്കെത്താൻ അദ്ദേഹം സ്വന്തമായി തയ്യാറായതിന്റെ കഥയാണത്. സഞ്ജു സാംസന്റെ പൂർണ്ണനാമം സഞ്ജു വിശ്വനാഥ് സാംസൺ. 1994 നവംബർ 11 കേരളത്തിലെ പുലുവിള എന്ന ഗ്രാമത്തിൽ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അമ്മയുടെ പേര് ലിഗ്ഗി സാംസൺ, അച്ഛന്റെ പേര് സാംസൺ വിശ്വനാഥ്. അച്ഛൻ കേരള പോലീസിൽ കോൺസ്റ്റബിൾ ആയിരുന്നതിനാൽ സഞ്ജുവിന്റെ ബാല്യം ഗുരു തെഗ് ബഹദൂർ നഗർ പോലീസ് റെസിഡൻഷ്യൽ കോളനിയിലായിരുന്നു. സഞ്ജുവിന്റെ ക്രിക്കറ്റ് കരിയർ വളരാൻ അദ്ദേഹത്തിന്റെ അച്ഛൻ നിർണായക പങ്കുവഹിച്ചു. മകന്റെ സ്വപ്നത്തിനായി അദ്ദേഹം ജോലി പോലും രാജിവെച്ചതാണ് ശ്രദ്ധേയമായ കാര്യം. സഞ്ജുവിനൊപ്പം സഹോദരൻ സാലി സാംസണും ക്രിക്കറ്റ് കളിച്ചിരുന്നു. ഇരുവരും ക്രിക്കറ്റിനോട് വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. സഞ്ജു തിരുവനന്തപുരത്തെ സെയിന്റ് ജോസഫ് സ്കൂളിൽ പഠനം പൂർത്തിയാക്കി. പഠനത്തോടൊപ്പം തന്നെ ക്രിക്കറ്റ് പരിശീലനവും തുടർന്നു. പിന്നീട് മാർ ഇവാനിയോസ് കോളേജിൽ നിന്ന് BA ബിരുദവും നേടി. 2018 തന്റെ കോളേജ് സഹപാഠിയായ ചാരുലത സാംസണുമായി അദ്ദേഹം വിവാഹിതനായി. ചെറുപ്പം മുതൽ തന്നെ സഞ്ജുവിന് ക്രിക്കറ്റിനോടുള്ള അമിതമായ സ്നേഹമുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി. കേരള അണ്ടർ-13 ടീമിൽ അംഗമായിരുന്ന അദ്ദേഹം ടീമിന്റെ ക്യാപ്റ്റനുമായിരുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടി ശ്രദ്ധ നേടിയ സഞ്ജു 2007 ഇന്റർസ്റ്റേറ്റ് അണ്ടർ-13 ടൂർണമെന്റിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് നേടി. അണ്ടർ-13 തുടക്കം മാത്രമായിരുന്നു. തുടർന്ന് അണ്ടർ-16, അണ്ടർ-19 കേരള ടീമുകളുടെ ക്യാപ്റ്റനായും സേവനമനുഷ്ഠിച്ചു. 2009 വെറും 14-ാം വയസ്സിൽ തന്നെ രഞ്ജി ട്രോഫിക്കുള്ള കേരള ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി. എന്നാൽ ആദ്യ രഞ്ജി മത്സരം 2011 നവംബർ 3 വിദർഭയ്ക്കെതിരെയാണ് കളിച്ചത്. ഓരോ വിജയകഥയ്ക്കും പിന്നിൽ ഒരു പരാജയത്തിന്റെ കഥ ഉണ്ടാകും. 2012 മലേഷ്യയിൽ നടന്ന അണ്ടർ-18 ഏഷ്യാകപ്പിൽ അദ്ദേഹത്തിന്റെ പ്രകടനം മോശമായിരുന്നു. 5 ഇന്നിംഗ്സിൽ 23 റൺസ് മാത്രമാണ് നേടിയത്. ഇതിന്റെ ഫലമായി 2012 അണ്ടർ-18 ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഈ പരാജയം സഞ്ജുവിനെ വേദനിപ്പിച്ചെങ്കിലും അതിൽ നിന്ന് പാഠം പഠിച്ച അദ്ദേഹം ശക്തമായി തിരിച്ചുവന്നു. 2013 അണ്ടർ-18 ഏഷ്യാകപ്പിൽ വീണ്ടും ടീമിലിടം നേടിയ അദ്ദേഹം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫൈനലിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യയെ അഭിമാനിപ്പിച്ചു. ഈ പ്രകടനത്തെ തുടർന്നു 2014 അണ്ടർ-18 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി BCCI അദ്ദേഹത്തെ നിയമിച്ചു. ആ ടൂർണമെന്റിൽ മികച്ച ബാറ്റ്സ്മാൻമാരിലൊരാളായി മാറി. 2015 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജു IPLലും തിളങ്ങി. 2012 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ആദ്യമായി അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ അവസരം ലഭിച്ചില്ല. 2013 കിങ്സ് 11 പഞ്ചാബ് ടീമിലായി. 2015 രാജസ്ഥാൻ റോയൽസിൽ ചേർന്നു. 2016 രാജസ്ഥാൻ റോയൽസ് IPLൽ നിന്ന് പുറത്തായതോടെ ഡൽഹി ടീമിലേക്ക് മാറി. 2018 8 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് വീണ്ടും അദ്ദേഹത്തെ സ്വന്തമാക്കി. അതിനുശേഷം തുടർച്ചയായി രാജസ്ഥാൻ റോയൽസിനായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനുമാണ്. IPL കരിയറിൽ 118 മത്സരങ്ങളിൽ 3036 റൺസ് നേടിയിട്ടുണ്ട്. 15 അർദ്ധ സെഞ്ചുറികളും 3 സെഞ്ചുറികളും ഉൾപ്പെടുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും ലോകത്തിലെ മികച്ച ബാറ്റ്സ്മാൻമാരിലൊരാളുമായ വിരാട് കോഹ്ലി സഞ്ജുവിനെ ടോപ്പ് ഓർഡറിൽ ഭയമില്ലാതെ കളിക്കുന്ന താരമായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. സഞ്ജു സാംസന്റെ ഭാവി എന്തായിരിക്കുമെന്ന് സമയം തെളിയിക്കും. എന്നാൽ തന്റെ പ്രകടനങ്ങളിലൂടെ ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയം കീഴടക്കാനും പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകാനും അദ്ദേഹം ഇതിനകം സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഉയർന്നുവരുന്ന പ്രതിഭയായ സഞ്ജു സാംസന്റെ കഥ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് പിന്തുണ നൽകൂ. ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്കായി ഇനിയും മികച്ച കഥകൾ കൊണ്ടുവരാൻ ഞാൻ തുടരും. നന്ദി.